നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം എത്രമാത്രമാണ്! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം! അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞവനാരുണ്ട്? അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര്? തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവനാര്? അപ്പം നിങ്ങൾ ചോദിക്കും, പിതാവേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയല്ലേ? ഈശോ മിശിഹായിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി തരികയല്ലേ? തീർച്ചയായിട്ടും. അവിടെയാണ് വീണ്ടും പൗലോസ്ലീഹായുടെ ആ വാക്കുകൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 28-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. കോവിഡ് ആണെങ്കിലും, പകർച്ചവ്യാധിയാണെങ്കിലും, അല്ലെങ്കിൽ ദുരന്തമാണെങ്കിലും, പ്രളയമാണെങ്കിലും, യുദ്ധമാണെങ്കിലും, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിനക്ക് ഇതെല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കും. അതുകൊണ്ട് നിരാശനാകാതെ പ്രത്യാശയോടെ ജീവിക്കുക. ഈ ഒരു വലിയ സന്ദേശം പ്രിയപ്പെട്ടവരെ, അത് നമുക്കൊരു വലിയ പാഠമാണ്. നമ്മൾ പറയുന്നത് പോലെ ദൈവം പ്രവർത്തിക്കണമെന്നില്ല കേട്ടോ. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പരിശ്രമിച്ചാൽ മാത്രം മതി. നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവമേ നിന്റെ ഹിതം നിറവേറ്റി തരണമേ എന്ന് മാത്രമായിരിക്കണം. അതിൻ്റെ ഒരു വലിയ ഇഫക്റ്റ് എന്താണ്? നമുക്ക് ശാന്തതയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി കേട്ടോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പം വലിയ ഒരു ശാന്തതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് നമ്മളെ ഈ കോവിഡ് കാലം പഠിപ്പിക്കുന്ന ഒന്ന് മനുഷ്യനെ കുറിച്ചാണ്. മനുഷ്യൻ്റെ വലിയൊരു നിസ്സഹായത. നമ്മളാരും ഈ ദുരന്തങ്ങളെ നേരിടുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞാനം കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ അല്ലെന്ന് ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഈ ദുരന്തങ്ങളെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് സാഹോദര്യം കൊണ്ടാണ്, ഒരുമിച്ച് കൂടാനുള്ള ശേഷിയുള്ളത് കൊണ്ടാണ്. പ്രളയകാലത്ത് ഓരോ പട്ടണവും ഓരോ ഗ്രാമവും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒന്നാന്തരം ഉദാഹരണങ്ങളായി മാറി. അവരെല്ലാം എല്ലാവരെയും അവരുടെ വീടുകളിൽ സ്വീകരിക്കാനായിട്ട് തയ്യാറായി. ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി ഒരു സമൂഹം മാറിയപ്പോൾ നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ചു. സാഹോദര്യത്തിലൂടെ മാത്രമേ നമ്മൾ ഇതിനെ അതിജീവിക്കുകയുള്ളൂ. അല്ലാതെ നിന്റെ യുക്തി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ ബുദ്ധിശക്തി കൊണ്ടോ നീ ഇതിനെ നേരിടുന്നില്ല എന്നുള്ള ഒരു പാഠം നമുക്ക് കിട്ടുകയാണ്. ജനത്തിന്റെ വിശ്വാസം ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ്. അതുള്ളിടത്തോളം കാലം അവൻ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ ഈ ദാനം പരിശുദ്ധാത്മാവിന്റെ ദാനം സ്വീകരിക്കുന്നവര് വിശ്വാസത്തിന്റെ അനുഭവത്തിൽ വളരും. അവിടെ യുക്തിയുടെയോ ബുദ്ധിയുടെയോ ഒരു സഹായമല്ല നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഈ ദുരന്തങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മുടെ നിസ്സഹായത അംഗീകരിച്ച് നമുക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടെന്ന് മനസ്സിലാക്കി പരമാവധി സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർഗങ്ങളിലേക്ക് തിരിയുവാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറി. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ എല്ലാ ദുരന്തങ്ങളിലും സഭ മനുഷ്യനൊരു വലിയ ആശ്വാസമാണ് എന്നുള്ളതാണ്. കൂദാശകൾക്ക് വേണ്ടി ദാഹിച്ച മനുഷ്യരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടു. വീട്ടിലിരുന്ന് കൂടുതൽ പ്രാർത്ഥിച്ച മനുഷ്യരെ കണ്ടു. ബൈബിൾ 2 ആവർത്തി വായിച്ചു. 3-ാമത്തെ തവണ ഞങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മനുഷ്യരെ കണ്ടു. യാമപ്രാർത്ഥനകൾ യാമങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച മനുഷ്യര്. നമുക്കൊരു വലിയ തിരിച്ചറിവാണത്. സഭയെന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാപനമൊന്നുമല്ല. അത് മനുഷ്യനേക്കാളും ദൈവികമായ ഒരു ഹൃദയമുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ വേദനകളോട് പ്രതികരിക്കുന്ന ദൈവികമായ ഹൃദയമുള്ള ഒരു കുടുംബമാണ് സഭയെന്ന് പറയുന്നത്. ദുരന്തങ്ങൾ ഒരിക്കലും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, മറിച്ച്
അവനെ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം. അതുകൊണ്ടാണ് ദൈവവിശ്വാസം ഇല്ലാത്തവനാണ് ഈ ദുരന്തങ്ങളെയൊക്കെ നേരിടാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും. അതോടൊപ്പം നമ്മുടെ സഭയിലെ ശുശ്രൂഷകർക്കുമൊക്കെ ഒത്തിരി വലിയ പാഠങ്ങളാണ് ഈ കോവിഡ് തന്നത്. ദൈവജനമില്ലെങ്കിൽ നമുക്ക് അർത്ഥമില്ലെന്നും അതുകൊണ്ട് അവരോട് വളരെ കരുണയോടെയും കരുതലോടെയും പെരുമാറണമെന്നും നമ്മളെ പഠിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, സഭയുടെ കുടുംബാനുഭവം ഒത്തിരി നമ്മൾ തിരിച്ചറിഞ്ഞ, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച, ഒരുമിച്ച് കൂടാൻ ദാഹത്തോടെ കാത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കോവിഡിൻ്റെ കാലം എന്ന് ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ തന്നെ ലോകം കുറേയൊക്കെ പുതിയ ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതും നമ്മൾ കണ്ടു. ലോകം ഒത്തിരി അങ്ങ് ഡിജിറ്റലായി. എല്ലാവരും, കൂടുതൽ പേര് ഈ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതെ നമുക്ക് നിലനിൽക്കാനാവില്ല എന്നുള്ളൊരു ചിന്ത മനുഷ്യനുണ്ടായി. എന്നു മാത്രമല്ല, ബന്ധങ്ങളില്ലാത്ത അവസ്ഥകളിലും ഈ ടെക്നോളജിക്കും ഡിജിറ്റൽ ലോകത്തിനും നമ്മളെ ഒത്തിരിയേറെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് കിട്ടുകയായിരുന്നു. തീർച്ചയായിട്ടും അത് മനുഷ്യൻ അതിലൂടെ കൂടുതൽ ശക്തനായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ തുറന്നു തന്ന കാലഘട്ടം കൂടിയാണ്. നമ്മളോ ഒരനുഭവത്തെയും നമ്മുടെ നാശത്തിനായിട്ട് വ്യാഖ്യാനിക്കരുത് എന്നുള്ള ഒരു പാഠം. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ മനുഷ്യനും പുതിയ സഭയെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വലിയ ചോദ്യം, കാലം മാറി, മനുഷ്യൻ മാറി, സഭയും മാറേണ്ടതല്ലേ എന്നുള്ളതായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ അന്തരിച്ച ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ഇറക്കിയ പുസ്തകത്തിൻ്റെ ആ ടൈറ്റില് അത് തന്നെ പൈതൃകവും വികസനവും സഭയുടെ പ്രേക്ഷിത പ്രവൃത്തിയിൽ എന്നാണ്. ഇത് രണ്ടിനെയും തികച്ചും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായി അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പൈതൃകം മാത്രം മതി എന്ന് പറയുന്നവർ, നമുക്ക് പൈതൃകമൊന്നും വേണ്ട, വികസനം മാത്രം മതി എന്ന് പറയുന്നവരുമുണ്ട്. അത് സഭയിലുമുണ്ട്, സമൂഹത്തിലുമുണ്ട്. അവിടെ ഇത് രണ്ടും വേണം. സഭയ്ക്കൊരിക്കലും എല്ലാം അങ്ങോട്ട് പുതുതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാറാനായിട്ട് പറ്റിയല്ല. നമ്മൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണുന്നു അല്ലേ? എല്ലാ മാറ്റങ്ങളോടും പ്രതികരിക്കുന്ന ഒരു കൂട്ടായ്മയാണോ സഭ? ചില മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാറ്റമില്ലാത്ത കുറച്ച് മൂല്യങ്ങളും എന്നാൽ മാറ്റാവുന്ന ചില രീതികളും സഭയിലുണ്ട്. സഭയ്ക്കൊരു സന്ദേശമുണ്ട്, അത് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ അത് പകർന്നു കൊടുക്കുന്ന രീതികൾ നിനക്ക് മാറ്റാനായിട്ട് പറ്റും. ഞങ്ങൾക്കൊക്കെ കൂദാശകൾ എന്ന് പറയുന്ന കൂദാശ പരികർമ്മങ്ങളുണ്ട്, മാറ്റാൻ സാധിക്കാത്ത വിശ്വാസ സത്യങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ടത്. പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ടാവാം. നമ്മൾ ഈ പുരോഗമനവാദം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കപട പുരോഗമനവാദത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് നമ്മൾ പുരോഗമനവാദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായി എന്ന് പറഞ്ഞതുപോലെ സഭയെ നവീകരിച്ച് സഭ ശുഷ്കമായി പോയി എന്ന് പറയുന്ന ഒരവസ്ഥ. ചില അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ലോകത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ സമൂഹത്തിലെ മാറ്റങ്ങളെ എന്നും സഭ ജീവിച്ചിട്ടുണ്ട്. അതിജീവിക്കുക മാത്രമല്ല, ചില മാറ്റങ്ങൾക്ക് ത്വരകമായിട്ട് മാറിയിട്ടുണ്ട്, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് മാറി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അതിന് ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. സഭയിലൂടെ വന്ന മാറ്റങ്ങൾ. നിങ്ങൾ 126ാമത് മരാമൺ കൺവെൻഷൻ ഇവിടെ നടത്തുമ്പോൾ കഴിഞ്ഞ 126 വർഷങ്ങളിൽ ഈ കൺവെൻഷനും ഈ സഭയും ഈ കൂട്ടായ്മയും ഈ പ്രദേശത്തിന് കൊടുത്ത മാറ്റങ്ങളുടെ ഒരു ചരിത്രം അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ എത്രമാത്രം ഈ സമൂഹത്തെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും സഭ മാറ്റത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ നമ്മളെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, സഭ ഇങ്ങനെ ഒരു മാറ്റത്തിനും തയ്യാറല്ല, സഭയെല്ലാം ബൂർഷ്വാകളുടെ ലെവലിലാണ്, സഭ മർദ്ദിക്കുന്നവന്റെ പക്ഷത്താണ്, സഭ ചൂഷകരാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മളെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്.
അവര് പോലും ഈ സഭയുടെ നന്മയിൽ നിന്ന് പങ്കുപറ്റിയവരൊക്കെ ആയിരിക്കും. അപ്പോഴും അവര് ഈ സഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ സഭയെക്കുറിച്ച് വന്നത്. അതിലെ ഏറ്റവും സങ്കടം, സഭയ്ക്കുള്ളിലുള്ളവർക്ക് കുറെയെങ്കിലും സഭയെ അറിയാമായിരിക്കും, പക്ഷേ ഭൂരിഭാഗം വരുന്ന മറ്റു മതസ്ഥർക്ക് സഭയെക്കുറിച്ച്, പുരോഹിതരെക്കുറിച്ച്, സന്യസ്തരെക്കുറിച്ച്, നമ്മുടെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ചൊക്കെ കിട്ടുന്ന തെറ്റായ ധാരണകൾ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ സന്ദേശത്തിന് വിരുദ്ധമായ ഒരു പൊതുബോധം വളരെ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. നമുക്കറിയാം, കേരള സമൂഹത്തെ മാറ്റുന്നതിൽ സഭ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മൾ അഭിമാനപൂർവ്വം ഓർത്തിരിക്കണം. എനിക്ക് നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയും കേൾക്കുന്ന സഭയെ കുറ്റപ്പെടുത്തുന്ന, സഭയെ താറടിക്കുന്ന അറ്റവും മൂലയും ഉള്ള വാർത്തകൾ മാത്രം കേട്ട് വിശ്വസിക്കുന്നവരാകാതെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 100 വർഷത്തെ ഈ കേരളത്തിന്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. സഭകൾ എത്ര ക്രിയാത്മകമായിട്ട് മാറ്റത്തിന്റെ ത്വരകങ്ങളായിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഇന്ന് എല്ലായിടത്തും പോയി കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. കേരളം വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്താണ്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്താണ്, വനിതകളുടെ വിദ്യാഭ്യാസത്തിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ കേരളം 1-ാം സ്ഥാനത്തെത്തി. ഈ കൊച്ചു കേരളം പരിസര വൃത്തിയുടെ കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. നമ്മൾ എല്ലായിടത്തും യാത്ര ചെയ്യുന്നവരല്ലേ. ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. കോവിഡ് ഇച്ചിരി കൂടി എന്നുള്ളത് വാസ്തവമാണെങ്കിലും ആരോഗ്യ സംവിധാനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിലും ഗ്രാമതലങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അതുപോലെ സാമൂഹ്യ സുരക്ഷയുടെ തലങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്താണ്. തെരുവ് കുട്ടികൾ ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? അഭിമാനപൂർവം സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ തെരുവ് കുട്ടികൾ ഇല്ലാത്തത്? നമ്മുടെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബാലഭവനങ്ങളും ബാലികാ ഭവനങ്ങളും ഈ തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഒപ്പിയെടുത്ത് അവർക്ക് നല്ല ഒന്നാന്തരം വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിലേക്ക് തിരികെ അയക്കുകയാണ്. നമ്മളെ കുറ്റപ്പെടുത്തുന്നവർക്ക് ഇതൊന്നും കാണണ്ട. അതുപോലെ കന്യാസ്ത്രീകളെയൊക്കെ എത്ര ആവേശപൂർവ്വമാണ് അവരെയൊക്കെ അപഹസിക്കാനായിട്ട് ചാനലുകൾ പോലും മത്സരിക്കുന്നത്. കാരണം അവരെ അപഹസിച്ച് അവരൊന്നും പറയാൻ പോകത്തില്ല, അവരാർക്കെതിരെ കേസ് കൊടുക്കാൻ പോകത്തില്ല. അവർക്ക് പിന്നെ ഈ ചാനലോട്ട് കാണാൻ നേരമില്ല. അവർ ചെയ്യുന്നത് ഉപേക്ഷിക്കപ്പെട്ടവരും അംഗവൈകല്യം വന്നവരും അതുപോലെ ഭിന്നശേഷിക്കാരുമായ കുഞ്ഞുങ്ങളെയെല്ലാം സ്വന്തം മക്കളെന്ന പോലെ കരുതി അവരെയൊക്കെ വളർത്തുന്ന, എന്തിന് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങൾ പോലും ധീരതയോടെ നടത്തുന്ന നമ്മുടെ സഹോദരങ്ങൾ. ഈ നന്മയുടെ ഒരു വലിയ ഭണ്ഡാരമാണ് ക്രൈസ്തവ സന്ദേശം ഈ സമൂഹത്തിന് കൊടുത്തത് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബോധപൂർവം ഇതൊക്കെയായിട്ടും ബോധപൂർവം നമ്മൾ ഏതാണ്ട് വലിയ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള തെറ്റായ ഒരു ധാരണ പരത്തുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച്, ആ അജണ്ടകളെക്കുറിച്ച് നമ്മുടെ യുവജനങ്ങൾ കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രം എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കണം. നമ്മൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ്? ആരോഗ്യ പരിരക്ഷയുടെ അവസ്ഥ എന്താണ്? ഒരു 50 വർഷങ്ങൾക്ക് മുമ്പിലത്തെ ചരിത്രം നോക്കുക. ഒരു ഗവൺമെന്റിനും ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ആശുപത്രികൾ തുറക്കാൻ സാധിക്കാഞ്ഞ ഗ്രാമാന്തരങ്ങളിൽ ഡിസ്പെൻസറികളും ആശുപത്രികളും ഒക്കെ തുറന്ന് ജനത്തിന്റെ ആരോഗ്യത്തിന് കാവലിരുന്നത് നമ്മുടെ സഭകളാണ് എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യം. മിഷണറിമാരാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ വിത്തുകൾ പാകിയത്. അതോടൊപ്പം നമ്മളിപ്പോൾ നമ്മുടെ ആശുപത്രികളെയൊക്കെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഭയങ്കര പൈസയാണ്, അതാണ്. നമ്മുടെ ആശുപത്രികളൊക്കെ തകരാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, കോർപ്പറേറ്റ് ആശുപത്രികളാണ്. നമ്മൾ ഈ ഇടത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്രൈസ്തവ ആതുരാലയങ്ങൾ തകർന്നിട്ട് വേണം ചോദിക്കുന്ന പണം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ. അതൊന്നും അറിയാതെ ഇരിക്കുന്ന കമ്പ്
കമ്പ് മുറിക്കുന്നത് പോലെ നമ്മുടെ ആശുപത്രികളെയെല്ലാം കുറ്റപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കുക, നന്മ മരങ്ങൾ തന്നെയാണ് അവ. അത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഞാൻ ഈ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തെ മാറ്റിയെടുത്തതിൽ, നമ്മുടെ ഈ സമൂഹത്തെ മാറ്റിയെടുത്തതിൽ, ഒരു പുതിയ കാലത്തേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവന്നതിൽ സഭകൾക്ക് വലിയ പങ്കുണ്ട്. അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം. നമുക്ക് തീർച്ചയായിട്ടും സാധ്യതകളുണ്ട്. മാറ്റത്തിന് എന്തെല്ലാം സാധ്യതകളാണുള്ളത്? മാറ്റത്തിന്റെ സാധ്യതകൾ കിടക്കുകയാണ്. നമുക്ക് വീണ്ടും വീണ്ടും നവീനമായ രീതികളിൽ നമുക്ക് നവീകൃതരാവാം. പക്ഷേ നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മൾ ഇട്ടുപോയ അടിസ്ഥാനങ്ങൾ മറന്നുകൊണ്ടാവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സംസ്കാരം നിർമ്മിക്കുന്നതിൽ, പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംസ്കാരം നിർമ്മിച്ചെടുക്കുന്നതിൽ ഇവിടുത്തെ രണ്ടാമത്തെ പ്രബല സമുദായമായിരുന്ന ക്രൈസ്തവ സമൂഹം ഒരു വലിയ ചാലകശക്തിയായിരുന്നു. ചാന്നാർ ലഹള എന്നൊക്കെ പറയുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലഹളയ്ക്ക് പോലും, അതിന് പോലും നേതൃത്വം കൊടുത്തത് മിഷണറിമാരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് എത്രമാത്രം സാമൂഹിക പരിഷ്കരണത്തിൽ അവരുടെ ക്രൈസ്തവ സന്ദേശത്തിന്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്ന് തോന്നുന്നു. പുതിയ കാലത്തിലെ നമ്മുടെ സഭ കൂടുതൽ അഭിമാനബോധമുള്ള സഭയായിട്ട് മാറണം. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച്, നമ്മൾ പകർന്നു കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ച്, നമ്മുടെ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് അഭിമാനബോധമുള്ള ഒരു സഭയായിട്ട് മാറണം. നമ്മൾ ആരെയും വെല്ലുവിളിക്കാൻ പോകണ്ട. അപകർഷതയുള്ളവനാണ് വെല്ലുവിളിക്കാനും സ്വയം തെളിയിക്കാനും പോകുന്നത്. ഈശോയുടെ രണ്ടാമത്തെ പ്രലോഭനം അതായിരുന്നല്ലോ. നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോയുടെ രണ്ടാമത്തെ പരീക്ഷണം എന്തായിരുന്നു? ഉയർന്ന ഗോപുരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞ, താഴേക്ക് ചാടുക, നീ ദൈവപുത്രനാണെങ്കിൽ മാലാഖമാര് വന്ന് കരങ്ങളിൽ താങ്ങും, ഒന്ന് കാണട്ടെ. ദൈവപുത്രൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ദൈവപുത്രനാണെന്ന് അറിയാവുന്നവന് എന്തിനാ വല്ലവന്റെയും സർട്ടിഫിക്കറ്റ്? എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ ചാടുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ ചാടിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഭിമാനബോധമുള്ളവൻ ആരുടെ മുമ്പിൽ തെളിയിക്കാൻ പോകേണ്ട കാര്യമില്ല, ആരെയും വെല്ലുവിളിക്കേണ്ട കാര്യം അവനില്ല. അവന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിച്ചാൽ മതി. പക്ഷെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് ഈ അഭിമാന ബോധം നഷ്ടപ്പെടുമ്പോൾ അത് മറ്റുള്ളവരോട് ബോധ്യത്തോടെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ നിർവചനം തേടി നമ്മൾ വേറെ എങ്ങും പോകണ്ട. ബൈബിള് നമുക്ക് തരുന്നുണ്ട്. ആരാണ് മനുഷ്യനെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഉള്ളവനാണ് മനുഷ്യൻ. മനുഷ്യൻ എന്നത് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമാണ്. ഇതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു നിർവചനം കൊണ്ടുവരുവാൻ ഈ ലോകത്തിലെ ഏതെങ്കിലും പുരോഗമന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിലെ ഈ നിർവചനം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഛായയും സാദൃശ്യവും ഒന്ന് വീണ്ടെടുത്താൽ മാത്രം മതി. ഈ സാദൃശ്യം, ദൈവിക സാദൃശ്യം മനുഷ്യന് നഷ്ടപ്പെട്ടപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് കാൽവരിയിൽ കുരിശിൽ മരിച്ച് യാഗമായി നിന്റെ സർവ പാപങ്ങൾക്കും പരിഹാരം അനുഷ്ഠിച്ച് ആ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നിനക്ക് വീണ്ടെടുത്ത് തരുന്നു. ഇതാണ് കൃപയുടെ അനുഭവം. ഇത്രയും വലിയ വിമോചനം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത്രയും വലിയ വിപ്ലവം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ആരെയും ഉപദ്രവിക്കാതെ, ആരെയും നശിപ്പിക്കാതെ, അവനവന്റെ ഉള്ളിലെ ഹൃദയ പരിവർത്തനത്തിലൂടെ നടക്കുന്ന ഈ വലിയ മാറ്റം, ഇതാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് വചനത്തിലെ ഈ ഈശോയെ ഏകരക്ഷകനായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടുത്തുന്നവരുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറും. നമ്മൾ എന്നും അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം 3 തരം സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുന്നു, നമ്മൾ ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നുണ്ട്. എവിടെയെല്ലാം ക്രൈസ്തവ സഭകളുണ്ടോ അവിടെയെല്ലാം പള്ളിക്കൂടം കാണും, അവിടെയെല്ലാം ആശുപത്രി കാണും, അവിടെയെല്ലാം ഒരു കാരുണ്യ ഭവനം കാണും. എന്തുകൊണ്ടാണ് ഈ 3 തരം സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുക? കാരണം ദൈവത്തിന്റെ ഛായയും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ മഹത്വത്തിന് അനുസൃതമായിട്ട് ജീവിക്കണമെങ്കിൽ അവന് വിദ്യാഭ്യാസം വേണം, അവന് വെളിച്ചം വേണം. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളുകൾ നടത്തുന്നത്. അല്ലാതെ നമ്മളാരും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ നടത്തിയിട്ടില്ല. സ്കൂൾ നടത്തി പണം ഉണ്ടാക്കി അതുകൊണ്ട് പുരോഗമിച്ച് ഏതെങ്കിലും സഭയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അറിയുന്നിടത്തോളം നമ്മുടെയൊക്കെ എല്ലാ സ്കൂളുകളും കടമെടുത്ത് മുമ്പോട്ട് പോവാ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും. പക്ഷേ അപ്പോഴും നമ്മൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്
ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആതുരാലയങ്ങൾ നടത്തുക? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനുമുള്ള മനുഷ്യൻ അവൻ വഴി കടന്ന് മരിക്കേണ്ടവനല്ല. അവൻ മാന്യമായ പരിചരണം ലഭിച്ച് അവൻ്റെ ജീവിതത്തെ തികവോടെ അവൻ നടത്തേണ്ടവനാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ അരൂപിയുള്ള ആശുപത്രികൾ തേടി അന്യമതസ്ഥര് പോലും കടന്നു വരുന്നതിൻ്റെ മറ്റൊരു കാരണവും മറ്റൊന്നല്ല. എന്തുകൊണ്ടാണ് നമ്മൾ കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നത്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരു കാലത്തും ഉപേക്ഷിക്കപ്പെട്ടവനായി തെരുവിൽ അലയേണ്ടവനല്ല. അതുകൊണ്ടാണ് നമ്മൾ നടത്തുക. പക്ഷെ ഇതിനെയെല്ലാം വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ, ബോധപൂർവം ചിത്രീകരിക്കാൻ, ഒരു വശത്ത് അതിൻ്റെ എല്ലാം നന്മകൾ ഉൾക്കൊള്ളുമ്പോഴും മറുവശത്ത് അതിനെ എല്ലാം ഒരു ഇരുട്ടിൻ്റെ നിഴലിൽ നിർത്താനായിട്ട് വ്യഗ്രത പൂണ്ട ഒരു സമൂഹത്തെ ചിലപ്പോൾ നമ്മളൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അവരോട് മല്ലടിക്കാൻ പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. നമ്മൾ അതുകൊണ്ട് ആരോടും വെല്ലുവിളിച്ചല്ല പ്രതികരിക്കേണ്ടത്, മറിച്ച് അഭിമാനം നിറഞ്ഞ ഒരു ആത്മബോധം രൂപീകരിച്ചുകൊണ്ടാണ്. ഈ ദൈവിക സന്ദേശത്തിൻ്റെ അനന്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. നമ്മൾ ഈ പുതിയ കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിലെ സാഹോദര്യം നഷ്ടപ്പെടുത്തുന്ന ഒത്തിരി പ്രവണതകളുണ്ട്. നമ്മൾ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെ വാതിലുകൾ സർവർക്കുമായി നമ്മൾ തുറന്നിട്ടിരിക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആതുരാലയങ്ങളുടെയും വാതിലുകൾ എല്ലാവർക്കുമായി നമ്മൾ തുറന്നിടുമ്പോഴും സാഹോദര്യത്തെ അല്പം പോലും മാനിക്കാതെ വിഭാഗീയതയുടെ വിത്തുകൾ വിതയ്ക്കുന്ന ഒത്തിരി ശക്തികൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, നമ്മുടെ ഈ കേരളം വർഗീയമായ ചൂഷണങ്ങൾക്ക് വിധേയമാകാത്തതിൻ്റെ കാരണം അഭിമാനപൂർവ്വം നമുക്ക് പറയാനായിട്ട് സാധിക്കണം, നമ്മുടെ നൂറുകണക്കിന് സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും നമ്മൾ കൊടുക്കുന്ന സാർവത്രിക വിദ്യാഭ്യാസം കൊണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന സെക്കുലർ വിദ്യാഭ്യാസമാണ്. മതപരമായ തീവ്രതയുള്ള ഒരു വിദ്യാഭ്യാസമല്ല. നമ്മളാരും തീവ്രവാദികളെ സൃഷ്ടിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന രീതികളാണ് ക്രൈസ്തവ സഭകളുടേത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നാനാജാതി മതസ്ഥര് സ്വന്തമാക്കുന്ന മൂല്യങ്ങൾ സാർവത്രികതയുടേതാണ്, സെക്കുലറിസത്തിൻ്റെതാണ്. സെക്കുലറായിട്ടുള്ള ഒരു പരിസരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിക്കുന്ന ഒരു വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് വർഗീയമായ ചിന്തകൾ ഇന്നും ഈ കൊച്ചു കേരളത്തെ ഭിന്നിപ്പിക്കാത്തത്, വർഗീയതയ്ക്ക് വേരോട്ടമില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറാത്തത്. അതുകൊണ്ട് തന്നെ അതിൽ അസ്വസ്ഥതയുള്ള ഒത്തിരി പേരുണ്ട്. വർഗീയമായിട്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വർഗീയതയ്ക്ക് വിരുദ്ധമായ സ്ഥാപനങ്ങളെ ആദ്യം ലക്ഷ്യമിടുന്നു. അതിൻ്റെ ഒന്നാം സ്ഥാനം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവ തകരണം. അതിനെ ശാസ്ത്രീയമായി മുട്ടായിക്കടലാസിൽ പൊതിഞ്ഞ വിഷം തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് തകർക്കുക. അതിലൂടെ ജനാഭിപ്രായത്തിൻ്റെ ആ ഒരു നിയന്ത്രണം അവർക്കൊക്കെ ആവാം. മാറുന്ന സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഈ കാലഘട്ടത്തിൽ ഈ നന്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ കുറച്ചുകൂടി അഭിമാനബോധമുള്ളവരും കരുത്തരുമാക്കി മാറ്റണം. നമ്മുടെയൊക്കെ സുവിശേഷ പ്രഘോഷണം ചിലപ്പോഴെങ്കിലും പുതിയ ട്രെൻഡുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സാമ്പത്തിക സമൃദ്ധിയുടെ സുവിശേഷവും അതുപോലെ പ്രശ്നങ്ങളിൽ നിന്ന് എളുപ്പമുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അത് സങ്കടകരമാണ്. യഥാർത്ഥത്തിൽ സുവിശേഷത്തിലെ ഈശോ കുരിശിൽ മരിച്ചവനാണെന്നും കുരിശ് മാത്രമാണ് ക്രിസ്ത്യാനിക്ക് രക്ഷയുടെ മാർഗമെന്നും പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം കുരിശെടുത്തുകൊണ്ട് വരണം. അങ്ങനെ കുരിശെടുത്തുകൊണ്ട് തലമുറകൾ നടന്നതുകൊണ്ടാണ് നമുക്കിത്രമാത്രം, നമ്മൾക്ക് പരിത്യാഗ അനുഭവത്തിലൂടെ ഇത്രമാത്രം നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാനായിട്ട് സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കുരിശിൻ്റെ സന്ദേശം പ്രഘോഷിക്കാൻ നമ്മൾ ഒരു കോംപ്രമൈസിനും തയ്യാറാകരുത് എന്നുള്ളതാണ്. നല്ല കരുത്തുള്ള ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ സമൂഹത്തിന് നല്ല കരുത്തുള്ള ഒരു ചരിത്രമുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസത്തിലും വ്യവസായത്തിലും കൃഷിയിലുമെല്ലാം കരുത്തുള്ള മനുഷ്യർ. മധ്യ തിരുവിതാംകൂറിൽ നിന്ന്
മലബാറിലേക്ക് കുടിയേറി നമ്മുടെ മനുഷ്യര് മലമ്പനിയോടും കാട്ടുപന്നിയോടും പടപൊരുതി അവിടെ പൊന്നു വിളയിച്ചെന്ന് പറയുമ്പോൾ ധീരരായിരുന്നു അവർ. മധ്യ തിരുവിതാംകൂറിലെ കർഷകരുടെ വിജയഗാഥകൾ നമുക്കറിയാം. പഴയ കാലത്ത് വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയോട് പടപൊരുതി അവർ നേടിയ നേട്ടങ്ങൾ. അപ്പോൾ ഈ കുരിശിന്റെ സന്ദേശമാണ് മനുഷ്യനെ ധീരനാക്കുന്നത്, ധൈര്യമുള്ളവനാക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അത് നഷ്ടപ്പെട്ട് എളുപ്പമുള്ള ഒരു വഴിയായി നമ്മൾ ക്രൈസ്തവ സന്ദേശത്തെ അവതരിപ്പിക്കരുത്. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രലോഭനമുണ്ട്. ഇവിടെ ഈശോയുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പണം ഉണ്ടാവും, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമൃദ്ധി ഉണ്ടാവും. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, എന്നെ അനുഗമിച്ചാൽ രക്ഷ കിട്ടും, ആത്മരക്ഷ കിട്ടും. ആത്മരക്ഷ നമ്മുടെ പ്രഘോഷണത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഭൗതികമായ രക്ഷ അതിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പരിശീലനത്തിൽ വളരെ നിഷേധാത്മകമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ പുതിയ കാലത്തെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കാർക്കശ്യങ്ങളുടെ രീതികൾ വിട്ടിട്ട് നമുക്ക് ബൈബിളിലെ ഉപമകളുടെ ഒരു സംഭാഷണ ശൈലി സ്വന്തമാക്കണം. ഈശോ ഉപമകളിലൂടെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സംവേദന മാധ്യമമായിരുന്നു. ഉപമകൾ കേൾക്കുന്നവന് അവന് തീരുമാനിക്കാം എങ്ങനെ അതിനോട് പ്രതികരിക്കണമെന്നത്. കാർക്കശ്യത്തിലൂടെ നമുക്കൊരിക്കലും ആരെയും നേടാനാവില്ല. സുവിശേഷം അഗാധമായ ക്ഷമയുടെയും കാത്തിരിപ്പിൻ്റെയും സന്ദേശമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിന്നെ വഴക്കു പറഞ്ഞോ, നിന്നെ ശാസിച്ചോ, നിന്നെ ശിക്ഷിച്ചോ അല്ല ദൈവം ഈ കാലഘട്ടത്തിൽ നിന്നെ നേടാൻ ആഗ്രഹിക്കുക, മറിച്ച് നിന്നെ സ്നേഹിച്ചാണ്. പാപിനിയായ സ്ത്രീ, അവളെ ഒരു പുരുഷാരം മുഴുവൻ ഓടിച്ച് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവൾ മരണശിക്ഷ പ്രതീക്ഷിക്കുന്നു, വധശിക്ഷ പ്രതീക്ഷിക്കുന്നു, കല്ലെറിഞ്ഞു കൊല്ലും. ഈശോ എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. ആരും കല്ലെറിഞ്ഞില്ല. അവൾ വിമോചിതയായി. അവൾ പിന്നെ പഴയ വഴികളിലേക്ക് തിരികെ പോയില്ല. അവൾ ഈശോയുടെ ശിഷ്യയായിട്ട് മാറി. ഈ അത്ഭുതകരമായ അജപാഠന ശൈലിയാണ് പ്രിയപ്പെട്ടവരെ മാറുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു ശൈലി എന്ന് പറയുന്നത്. ഞാൻ സമാപിപ്പിക്കുകയാണ്. ഈ പുതിയ കാലത്തിൽ പുതിയ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കപട പുരോഗമനത്തിൻ്റെ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മാറുന്ന ചിന്തകൾ കുടുംബത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് ഒക്കെയുള്ള ഒത്തുതീർപ്പുകൾ. അത് സാരമില്ല, ഇത് സാരമില്ല, ഇത് കുഴപ്പമില്ല, മനുഷ്യനല്ലേ പ്രധാനം, അവൻ്റെ വികാരങ്ങളല്ലേ ഏറ്റവും പ്രധാനം, ഇത് കുഴപ്പമില്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കതിൽ മാറ്റം വരുത്താനായിട്ട് അവകാശമില്ല. ദൈവത്തിൻ്റെ ഹിതം അതെന്താണെന്ന് ഇന്നും എളിമയോടുകൂടി വചനത്തിൽ തേടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒക്കെയുള്ള കാഴ്ചപ്പാടുകളിൽ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിപ്പോവുകയല്ല, മറിച്ച് എൻ്റെ ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു വലിയ ചിന്തയാണ് നമ്മളെ നയിക്കേണ്ടത്. അതുപോലെ നമ്മൾ പുരോഗമനവാദത്തിൻ്റെ പേരിൽ സഭയെ തള്ളിപ്പറയും, ചിലർ വിശ്വാസത്തെ തള്ളിപ്പറയും. മതമൊരു ഭ്രാന്താണെന്ന് പറയുന്നവർ മതമില്ലായ്മയുടെ ഭ്രാന്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അതും ശരിയാകണമെന്നില്ല. ഇനി നിന്റെ ദൈവത്തെ നിനക്ക് നിന്റെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ തെളിയിക്കാനാവില്ല. അതൊരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ മാത്രമേ നിനക്ക് തെളിയിക്കാനായിട്ടാവൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവവുമായി പ്രണയത്തിലാകുന്ന ഒരു അനുഭവമാണ്. പ്രണയത്തിൽ ഒത്തിരി ചോദ്യങ്ങളില്ല. നമ്മൾ നാട്ടുകാരൊക്കെ ചിന്തിക്കും, ഇവർ തമ്മിലാണോ പ്രണയിക്കുന്നത്? ഒരു സാമ്യവുമില്ലല്ലോ, ചോദ്യമില്ല. കഥയിൽ ചോദ്യമില്ലെന്ന് പറയുന്നത് പോലെ പ്രണയത്തിലും ചോദ്യമൊന്നുമില്ല. വിശ്വാസം ദൈവവുമായിട്ടുള്ള ഒരു പ്രണയബന്ധമാണ്. നമുക്ക് ക്രൈസ്തവ മൂല്യങ്ങൾ അഭിമാനപൂർവ്വം ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുമ്പോഴാണ് നമുക്ക് മാറുന്ന ലോകത്തിൻ്റെ വെല്ലുവിളികളോട് നമുക്ക് പ്രതികരിക്കാനാവുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അടിസ്ഥാനങ്ങൾ മറന്ന് ലോകവുമായിട്ട് ഒത്തുതീർപ്പിന് പോകാൻ ഉള്ള വലിയ സാധ്യതകൾ മുന്നിൽ കാണുകയാണ്. അമേരിക്കൻ സെനറ്റിൻ്റെ ചാപ്ലൈനായിരുന്ന റിച്ചാർഡ് ഹാൽവേഴ്സൺ ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, തുടക്കത്തിൽ സഭയൊരു കൂട്ടായ്മയായിരുന്നു, മിശിഹായിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടായ്മ. പിന്നീട് സഭ ഗ്രീസിലെത്തിയപ്പോൾ അതൊരു തത്വശാസ്ത്രമായിട്ട് മാറി. ഗ്രീക്ക് ഫിലോസഫിയുടെ ആ കാഴ്ചപ്പാടിൽ സഭയൊരു തത്വശാസ്ത്രമായി മാറി. അത് റോമിലേക്ക് എത്തിയപ്പോൾ അതൊരു സ്ഥാപനമായി മാറി.
യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ അതൊരു സംസ്കാരമായി, അവസാനം അമേരിക്കയിലെത്തിയപ്പോൾ അതൊരു കമ്പനിയായി. ഇനി അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തെത്തിയപ്പോൾ സഭയ്ക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ടായി. എൻ്റെ വിചാരം സഭ ഇന്ത്യയിലെത്തിയപ്പോൾ അതൊരു കുടുംബമായി എന്ന് പറയാനിടയാകട്ടെ. കുടുംബത്തിലെ എല്ലാ കുറവുകളും നമ്മുടെ സഭയിലുണ്ട്. കുടുംബത്തിലെ സ്നേഹം നമ്മുടെ സഭയിലുണ്ട്. സാഹോദര്യത്തിൻ്റെ ഭാവത്തിൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തോട് പ്രതികരിക്കാൻ സാധിക്കുന്നത് എന്ന ഒരു വലിയ കാഴ്ചപ്പാട് പുതിയ കാലത്തിൽ സഭ അഭിമാനപൂർവം ഈ സാഹോദര്യത്തിൻ്റെ സാക്ഷിയായിട്ട് മാറണം. ഈ അവസരത്തിൽ ഈ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മഹോന്നതമായ ഈ കൺവെൻഷൻ ഏറ്റവും അതിൻ്റെ തികവിൽ പൂർണ്ണതയിൽ ഇനിയുള്ള വർഷങ്ങളിൽ നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മർത്തോമാ സഭയ്ക്കും യുവജന പ്രസ്ഥാനത്തിനും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.